Hi everybody. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. കുറേ ആയിട്ട് നമുക്ക് പേഷ്യൻസ് ഐഡിയിൽ നിന്നും അതേപോലെ അല്ലാതെ സർക്കിളിൽ നിന്നും ഒക്കെ വരുന്ന ഒരു ചോദ്യമാണ് റോസ്മേരി വാട്ടർ. ഇത് നല്ലതാണോ, നമുക്കിത് യൂസ് ചെയ്യാമോ, യൂസ് ചെയ്താൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, ശരിക്കും ഈ പറയുന്നത് പോലെ മുടി വളരുമോ എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കുറേ നാളുകളായിട്ട് വരുന്നതാണ്. ഈ ഒരു റോസ്മേരി വാട്ടർ ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഓയിൽ ആവട്ടെ ഒക്കെ നമ്മൾ വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതും. നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു എറയിലാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല കേട്ടോ. അവർ ചിലപ്പോൾ പറയുന്നത് വളരെ ശരിയായിരിക്കും, അവർക്കത് ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടും ഉണ്ടാവും, ഈ പറയുന്ന പോലെ അവർക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടും ഉണ്ടാവും. പക്ഷെ ശരിക്കും അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റോസ്മേരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കടൽ കടന്ന് മെഡിറ്ററേനിയന്ന് വന്ന ഒരു നല്ല ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഒരു എല്ലാ കാലവും അതിൻ്റെ പച്ചപ്പ് അതുപോലെ ഉണ്ടാകും. അപ്പോൾ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഹെർബാണ്. ഈ റോസ്മേരിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി ആൻഡ്രോജനിക്, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഹെർബ് പ്ലാന്റ് ആണ്. അപ്പം നമുക്കതുകൊണ്ട് തന്നെ ഇത് ഹെയർ ഗ്രോത്തിന് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നമുക്ക് 100% ഹെയർ ഗ്രോത്തിന് നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ റോസ്മേരി ഓയിൽ ആയാലും വാട്ടർ ആയാലും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട കേട്ടോ. അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിലും ഉപയോഗിക്കേണ്ട. അതേപോലെ ഓൾറെഡി പ്രഗ്നൻ്റ് ആണെങ്കിൽ തീർത്തും ഉപയോഗിക്കേണ്ട. ആൻഡ് ലാക്ടേറ്റിംഗ് ആണെങ്കിൽ, അതായത് നിങ്ങൾ മുല കൂട്ടുന്ന അമ്മമാരാണെങ്കിലും ഉപയോഗിക്കേണ്ട. അപ്പോൾ റോസ്മേരി ഓയിലാണോ അതോ റോസ്മേരി വാട്ടർ ആണോ നല്ലത്? ഈ ഒരു ഡൗട്ട് കുറേ പേർക്കുണ്ട്. ഹെയറിൽ യൂസ് ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റും ഓയിലി കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ റോസ്മേരി ഓയിലാണ് കുറച്ചുകൂടെ നല്ലത്. ഇതറിയാതെയാണ് നമ്മൾ പലരും റോസ്മേരി വാട്ടറിൻ്റെ പുറകെ പോകുന്നത്. കാരണം റോസ്മേരി ഓയിലിന് നമ്മുടെ സ്കാൽപ്പിലേക്ക് അബ്സോർബ് ചെയ്ത് കയറാൻ കൂടുതൽ എളുപ്പമാണ് വാട്ടറിനെ കാട്ടി. അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെയും ഹെയർ ഫോളിക്കലിനെയും ഒക്കെ നറിഷ് ചെയ്യാൻ ഈ ഓയിലിനാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറ്റുന്നത്. റോസ്മേരിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ഇപ്പം എല്ലാവരും ഹെയർ ഗ്രോത്തിന് അല്ലെങ്കിൽ ഹെയർ ഫോളിന്, ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് റോസ്മേരിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ദിവസം നമുക്കൊരു 100-ൽ കൂടുതൽ ഹെയർ ഫോളിക്കൽസ് കൊഴിയുന്നുണ്ട്. ഈ മുടി കൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പുരുഷന്മാരിലേക്ക് വരികയാണെങ്കിൽ ഒരു ഏജ് എത്തുമ്പോഴേക്കും അവർക്ക് നെറ്റി കയറും. അത് പല ടൈപ്പ് ഉണ്ട്, എം ഷേപ്പ്, ഡബ്ല്യു ഷേപ്പ്. അതിന് പറയുന്ന ആൻഡ്രോജനിക് അലോപേഷ്യ എന്നാണ്, നമ്മൾ കഷണ്ടി കയറുക എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതുണ്ടാകുന്നത് അവരുടെ ബോഡിയിൽ ഹോർമോണൽ ചേഞ്ച് കാരണമാണ്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ റോസ്മേരി ഓയിലോ വാട്ടറോ മേടിച്ച് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് റീസൺ ഇല്ല. കാരണം അതുണ്ടാകുന്നതിൻ്റെ കാരണം ആ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ്. അപ്പോൾ ഹോർമോണൽ ചേഞ്ചസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു കാര്യമാണ് തൈറോയിഡ് ഹോർമോൺ. അധികവും ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ ഹെയർ ഫോൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പം അങ്ങനെയുള്ള കേസസിലും നിങ്ങളിപ്പോൾ ഈ റോസ്മേരി ഓയിലോ വാട്ടറോ മേടിച്ച് യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് കണ്ടാൽ അതൊരിക്കലും റോസ്മേരി ഉപയോഗിച്ചത് കൊണ്ടാകണം എന്നില്ല. നിങ്ങൾ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇംബാലൻസിന് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, ഇത് മുടി കൊഴിച്ചിൽ കുറയാം. അപ്പോൾ അവിടെയും ആ ഹോർമോണൽ കറക്ഷൻ കാരണമാണ് ശരിക്കും നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ആയത്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ച് വിചാരിക്കും നമ്മൾ റോസ്മേരി ഉപയോഗിച്ചത് കൊണ്ട് ആണ് എന്ന്. അതേപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് വരുന്ന മറ്റൊരു സ്റ്റേജാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാകും. ഒരു 5th month ഓഫ് പ്രഗ്നൻസി തൊട്ട് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിട്ട് നമ്മുടെ കുഞ്ഞിന് ഒരു 1-1.25 വയസ്സൊക്കെ ആകുമ്പോഴേക്കുമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തും ഹെയർ പാറ്റേണും ഒക്കെ പഴയ പോലെ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ റോസ്മേരി ഓയിൽ മേടിച്ചാലും വാട്ടർ ഉപയോഗിച്ചാലും ഒന്നും നമുക്ക് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും കാണാൻ പോകുന്നില്ല. അത് റോസ്മേരി എന്നല്ല, വേറെ ഏത് ഓയിലോ വാട്ടറോ ലോക്കൽ ആപ്ലിക്കേഷൻ ചെയ്തെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ ചേഞ്ച് ഉണ്ടാവില്ല. കാരണം ഉള്ളിലുള്ള ഹോർമോണൽ ഇംബാലൻസിന്റെ കറക്ഷൻ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാറ്റേൺ പഴയ പോലെ ആവാൻ പറ്റും. അതിന് കുറച്ച് സമയം എടുക്കും. കാരണം ഞാൻ മുന്നത്തെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഹോർമോണൽ ഇംബാലൻസ് ഇൻ പ്രഗ്നൻസി ഒരു ചെറിയ കാര്യമല്ല. 9 മാസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് ആണ് നമ്മുടെ ബോഡിയിൽ. അത് തിരിച്ച് പഴയ പോലെ ആവാൻ അതിൻ്റെ ഇരട്ടി സമയമാണ് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിലും നമ്മൾ ഫീമെയിൽസ് പൊതുവെ മുടി കെട്ടുമ്പോൾ നമ്മളൊരു വകഭേദം എടുക്കാറുണ്ട്. ആ വകഭേദത്തിലും നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവില്ല. കാരണം ആ ഭാഗം നമുക്കിങ്ങനെ വരെയായിട്ട് തന്നെ എപ്പോഴും കാണാം അല്ലേ. അതിന് പറയുന്നതാണ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്. അവിടെയും നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ റോസ്മേരി ഓയിലോ വാട്ടറോ അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓയിലോ വാട്ടറോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഡയറക്ഷൻ ഓഫ് കോമ്പിങ് മാറ്റി ചെയ്യുകയോ ആ വകഭേദം അവിടെ നിന്ന് മാറ്റി നമ്മൾ സ്ഥിരമായിട്ട് മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അനീമിയ മുതലായ കണ്ടീഷൻസിൽ നമുക്ക് ഇതേപോലെ ഹെയർ ഫോൾ നോട്ട് ചെയ്യാറുണ്ട്. ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയാലും അനീമിയ ആയാലും ഒക്കെ ട്രീറ്റബിൾ ആണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് പഴയ പോലെ കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഗ്രോത്തും ഹെയർ പാറ്റേണും ഒക്കെ പഴയ പോലെ തന്നെ ആയിക്കോളും.
പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, പ്രധാനമായിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഇപ്പോൾ എക്സാമ്പിൾ കോവിഡ് പോലത്തെ ഒരു ഇൻഫെക്ഷൻ, ഇനി കോവിഡ് വരെ പോകണം മറ്റേതെങ്കിലും ഒരു തരം ന്യൂമോണിയ തന്നെ നമുക്ക് എടുക്കാം. ഇങ്ങനത്തെ ഇൻഫെക്ഷൻസിലും നമുക്ക് ആ ഒരു 3 മാസത്തേക്ക് ഒരു ഹെയർ ഫോൾ ഉണ്ടാവും. ഈ പറയുന്ന സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ റോസ്മേരി ഓയിലോ വാട്ടറോ മാത്രം ഉപയോഗിച്ചത് കൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകപരമായ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നമുക്ക് ബാക്കിയുള്ള റീസൺസ് കൂടെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളിപ്പോൾ റോസ്മേരി ഓയിലോ വാട്ടറോ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചും കൂടി കണ്ടു എന്ന് പറയാൻ പറ്റൂ. ഇത് ഒറ്റയ്ക്ക് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നുമില്ല, നമ്മൾ ഹെൽത്ത് പരമായിട്ട് വളരെ നോർമലി ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് ഹെയർ ഗ്രോത്ത് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം, നമുക്ക് കുറച്ച് നല്ല കട്ടിയുള്ള മുടി വേണമെന്ന് വിചാരിച്ചോളൂ. അപ്പം നമുക്ക് റോസ്മേരി ഓയിലോ വാട്ടറോ ഉപയോഗിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതിനിപ്പോൾ നമ്മൾ റോസ്മേരി ഓയിൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ബി ആൻഡ് ഇ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഒരു എണ്ണ, അതിപ്പോൾ ഏത് എണ്ണയും ആകാം. ഇപ്പം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മളൊന്ന് ചൂടാക്കി ആ ചെറു ചൂടോടെ വേണം നമ്മൾ എടുത്തിട്ട് നമ്മുടെ വിരലുകൾ ഒന്നിലൊന്ന് മുക്കി നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ക്രാച്ച് ചെയ്ത് മസാജ് ചെയ്യരുത്. നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഫിംഗർ ടിപ്സ് മാത്രം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് ഇത് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും കൂടും. ആ സ്റ്റിമുലേഷൻ കാരണം നമുക്ക് ആ സമയത്ത് പുതിയ ഹെയർ ഫോളിക്കിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 15 മിനിറ്റ്സ് മസാജ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തത് വാഷ് ഓഫ് ചെയ്യാം. ആൻഡ് ഇത് നമുക്കൊരു വീക്ക്ലി ട്വൈസ് ചെയ്യാം. ഇപ്പോൾ റോസ്മേരി ഓയിൽ വാങ്ങിച്ചു, നിങ്ങൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ കോൺസെൻട്രേഷനിൽ നമ്മളിത് ഉപയോഗിക്കരുത്. വളരെ കുറച്ച് വേണം നമ്മളിത് എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് മറ്റേതെങ്കിലും ഒരു എണ്ണയായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2:1 റേഷ്യോയിൽ നമ്മൾ റോസ്മേരി ഓയിൽ എടുക്കുന്നതിൻ്റെ ഇരട്ടി ആൽമണ്ട് ഓയിൽ എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടായിരുന്നു ഞാനിത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഹൈ കോൺസെൻട്രേഷനിൽ ഇപ്പോൾ അറിയാതെ ഉപയോഗിച്ച് പോയാൽ നമുക്ക് ചിലപ്പോൾ തലയിൽ സ്കാൽപ്പിൽ ഒരു ചെറിയ ചൊറിച്ചിലോ തലവേദനയോ, പിന്നെ ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ്. ഫ്രാഗ്നൻ്റ് ആണെന്നൊക്കെ നമുക്ക് ആ പ്ലാന്റ് ചിലപ്പോൾ നമുക്ക് ഫ്രാഗ്നൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് ഓയിലിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു എല്ലാവർക്കും അത്ര പ്ലസൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു സ്മെല്ലല്ല. അതേപോലെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ഈവൻറ്റ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാം വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലത്തെ ഒരു നല്ല ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ്ഫുൾ ഈവൻറ്റ് ഉണ്ടായാലും ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അതൊരു 3 മാസം നിങ്ങൾക്ക് ഉണ്ടാവും. ആ 3 മാസം കഴിയുമ്പോൾ ഇത് തീർച്ചയായിട്ടും പഴയ പോലെയാവും. അതിന് പറയുന്നതാണ് ടിലോജൻ എഫ്ലൂവിയം എന്ന്. അപ്പോൾ ഈ 3 മാസം കഴിയുമ്പോൾ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഇത് പഴയ പോലെ തന്നെ. ടിലോജൻ എഫ്ലൂവിയം പോലെ തന്നെയുള്ള മറ്റൊരു കണ്ടീഷനാണ് ആലോപേഷ്യ ഏരിയേറ്റ. അതായത് നമുക്കിങ്ങനെ റൗണ്ട് പാച്ചസിൽ ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. ഈ പാച്ചസും നമുക്ക് ഇതേപോലെ 3 മാസം കഴിയുമ്പോൾ റീസ്റ്റോർഡ് ആവും. 55% കേസസിൽ ഈ ആലോപേഷ്യ ഏരിയേറ്റ പഴയ പോലെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതേപോലെ ഓരോ ഹോം റെമഡീസും അല്ലെങ്കിൽ പ്രോഡക്ട്സും ഒക്കെ വേർഡ് ഓഫ് മൗത്തിൻ്റെ ബേസിസിൽ ട്രൈ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിന്, അതിപ്പോൾ എന്നെപ്പോലെ ഒരു ഡെർമറ്റോളജിസ്റ്റ് തന്നെ വേണമെന്നില്ല, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ നിങ്ങൾ സമീപിക്കുക. നിങ്ങൾക്ക് മെഡിക്കേഷൻസ് തരും ടോപ്പിക്കലായിട്ട്, അതായത് പുറത്ത് അപ്ലൈ ചെയ്യാൻ. ഇനി അത് പറ്റില്ല എങ്കിൽ ഇൻട്രാലീഷണലി ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സമയം ഒട്ടും പാഴാക്കാതെ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഡിസ്കോയിഡ് ലൂപ്പസ് എറിത്രിമാറ്റോസിസ്, അതേപോലെ ലൈക്കൻ പ്ലാനോ പൈലാരിസ്, ഇതുപോലത്തെ അസുഖങ്ങളിലൊക്കെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് വർക്കൗട്ട് ആവാതാവുമ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഈ ഹോം റെമഡീസും ഓയിൽസും ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു സമയം വേസ്റ്റ് ആക്കിയാൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ പിന്നീട് ട്രാൻസ്പ്ലാന്റ് പോലും വർക്കൗട്ട് ആവണമെന്നില്ല. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ റോസ്മേരി ഓയിലോ വാട്ടറോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതെന്നല്ല കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പക്ഷെ നിങ്ങൾ ബ്ലൈൻഡ്ലി ശരിക്കും എന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതെന്ന് അറിയാതെ അത് ഉപയോഗിച്ച് മിസ്ലീഡ് ആവരുതെന്ന് മാത്രം ഉദ്ദേശത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈ പറയുന്ന ഞാനും ഈ 2 പ്രോഡക്ട്സും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഉപയോഗിക്കുമ്പം എനിക്കറിയാം എത്രത്തോളം റിസൾട്ട്സ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പം റോസ്മേരി ഓയിൽ ഉപയോഗിക്കേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. റോസ്മേരി വാട്ടർ ഉപയോഗിക്കേണ്ട രീതി ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എന്നെക്കാട്ടും കൂടുതൽ അറിയായിരിക്കും. അപ്പം ഞാനും ഈ ഒരു ആൽപ്സ് ഗുഡ്നെസിൻ്റെ പ്രോഡക്റ്റ് തന്നെയായിരുന്നു വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയത്. അതുപോലെ പ്രൈസ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു റോസ്മേരി ഓയിലിന് 100 രൂപയും ഈ ഒരു ആൽപ്സ് ഗുഡ്നെസിൻ്റെ നമ്മുടെ റോസ്മേരി വാട്ടറിന് 225 രൂപയാണ് MRP ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് കോസ്റ്റ്ലി എന്ന്. പക്ഷേ അങ്ങനെയല്ല. 100 ml ഈ ഒരു പ്രോഡക്റ്റിനാണ് കേട്ടോ ഈ പ്രൈസ്.
8 ml ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ 100 രൂപ കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ പ്രൈസ് ഈ റോസ്മേരി ഓയിലിന് തന്നെയാണ്. അത് ഒട്ടും തന്നെ എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നില്ല, കാരണം അതിൻ്റെ ഗുണം അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര തന്നെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ട്, അടുത്ത വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാം, അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ കമൻ്റ് ആയിട്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്, എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. അത്ര വാല്യുബിൾ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്കിനെ കാണുന്നത്. ഉടനെ തന്നെ മറ്റൊരു വീഡിയോ വരുന്നുണ്ട്, അത് പക്ഷേ ഹെൽത്ത് ടോക്ക് അല്ല, പക്ഷേ ആ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.